രത്നാകരാദൗ തപതാ ഹിമാലയകിരീടിനീ ബ്രഹ്മരാജർഷിരത്നാഢ്യാം വന്ദേ ഭാരതമാതരം. മത്സ്യപ്രവർത്തക സംഘത്തിൻ്റെ ഈ വർഷത്തെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ പ്രതിനിധി സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ ശ്രീ ഉദയഘോഷ്, ഈ സമ്മേളനത്തിൻ്റെ നടത്തിപ്പിനായി രൂപീകരിച്ച സ്വാഗത സംഘത്തിൻ്റെ അധ്യക്ഷനും എറണാകുളത്ത് മത്സ്യപ്രവർത്തക സമൂഹത്തിൽ വളരെ സുദീർഘമായ കാലത്തെ പൊതുപ്രവർത്തനം കൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ വാമലോചന അവർകൾ, നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രാജേഷ് നാട്ടിക, മറ്റ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, സഭയിൽ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, പ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഒരു ഉത്തരവാദപ്പെട്ട സംഘടന എന്നുള്ള നിലയിൽ ഈ സംഘടനയെ നയിച്ച ശ്രീ പുരുഷേട്ടന്റെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയും നമുക്കെല്ലാം ആത്മീയമായ പ്രചോദനം നൽകുന്ന നമ്മുടെ പൂർവികനായ ഋഷിവര്യൻ വ്യാദവാസ ഭഗവാന്റെ മുന്നിൽ ദീപം കൊളുത്തിയുമാണ് നമ്മൾ ഈ സമ്മേളനം ആരംഭിച്ചത്. നിങ്ങളെല്ലാവരും ഈ സംഘടനയോട് പുലർത്തുന്ന, സമാജത്തോട് പുലർത്തുന്ന, ആശയത്തോട് പുലർത്തുന്ന വളരെ ആഴത്തിലുള്ള പ്രതിബദ്ധത ഈ പ്രാർത്ഥനാഗാനം ആലപിച്ച സമയത്ത് ഇടയ്ക്ക് കണ്ണു തുറന്നു നോക്കി എനിക്ക് കാണാൻ കഴിയും. നമ്മളെല്ലാം ജീവിക്കുന്ന കാലത്ത് അത്ഭുതകരമായ അദ്ദേഹത്തിന്റെ കാവ്യ വൈഭവം കൊണ്ട് കൈരളിയെ ആരാധിച്ച ശ്രീ രമേശൻ നായർ ഭാരതീയ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ ആശയവും പ്രവർത്തനവും മനസ്സിലാക്കി അതിനെ സൂത്രരൂപത്തിൽ കവിതയിലാക്കി നമുക്ക് സമ്മാനിച്ചതാണ് നമ്മുടെ ഈ പ്രാർത്ഥന. അതിന്റെ ഓരോ വരികളും അർത്ഥഗർഭമാണ്. ഭാരതീയ ദർശന ശാസ്ത്രത്തിന്റെ, പ്രപഞ്ച നിർമ്മിതിയുടെ ഒക്കെ അത്ഭുതകരമായ ശാസ്ത്രം അതിലെ ചുരുങ്ങിയ വാക്കുകളിൽ പ്രകടിതമായിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും പാരമ്പര്യമായി വ്യാസഭഗവാനോടുള്ള നാഭീനാളബന്ധം അതിലെ വരികളിൽ പ്രകടമായിട്ടുണ്ട്. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടി കടലമ്മ നമുക്ക് കനിഞ്ഞു നൽകേണ്ട കടൽ വിഭവങ്ങളെ പറ്റിയുള്ള സ്വപ്നവും സങ്കല്പവും അതിൽ ചാലിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു പ്രാർത്ഥന നമുക്ക് ലഭിച്ചത് ഭാഗ്യമാണ്. ആ പ്രാർത്ഥന പാടുമ്പോൾ നിങ്ങളെല്ലാം അതിലങ്ങോട്ട് മുഴുകിയിരിക്കുകയായിരുന്നു. അതിന് കാരണം നിങ്ങൾ ഇന്നൊരു ദിവസം ഈ കഴുത്തിൽ ടാഗൊക്കെ ഇട്ടിട്ട് ഈ സമ്മേളനത്തിന് വന്നവരല്ല. ഇവിടെ ഇരിക്കുന്ന അനവധി മുഖങ്ങളെ പറ്റി എനിക്ക് അറിയാം. അവരവര് താമസിക്കുന്ന ഗ്രാമത്തിൽ ഈ ദേശീയ ആശയത്തിന്റെ നിലനിൽപ്പിനും വിജയത്തിനും വേണ്ടി യുദ്ധം ചെയ്ത് ജീവിക്കുന്നവരാണ്. എന്ന് മാത്രമല്ല, അവിടെ ഉദയഘോഷ് സൂചിപ്പിച്ചതുപോലെ 100 ദിവസം പോലും ജോലി ചെയ്യാൻ സാധിക്കാതെ അവനവന്റെ തൊഴിൽ മേഖലയിലുള്ള വലിയ സാമ്പത്തിക ബാധ്യതകൾക്കിടയിലും സംഘടനയോടുള്ള അടുപ്പവും പ്രതിബദ്ധതയും കൂറും പ്രവർത്തന ശൈലിയും നിലനിർത്തിയവരെന്നുള്ള നിലയിൽ ഈ സമ്മേളനത്തിന് വന്ന നിങ്ങൾ എല്ലാവരെയും ആദ്യമായി നമസ്കരിക്കുക. നമ്മളെല്ലാം അംഗമായിട്ടുള്ള ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം കേരളത്തിൽ ഒരൊറ്റപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല.
അതിന്റെ പേര് തന്നെ ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം എന്നാണ്. കേരളത്തിന്റെ മണ്ണിൽ കടലോരത്തും കായലോരത്തും പുഴയോരത്തും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പാരമ്പര്യ സമൂഹങ്ങളെ സംഘടിപ്പിച്ച് അവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം നമ്മുടെ സമ്പൂർണമായ ഭാരത വർഷത്തെപ്പറ്റി അഭിമാനമുള്ളവരും അതിന്റെ സുരക്ഷയെപ്പറ്റി ജാഗ്രതയുള്ളവരുമായി തീർക്കാനുള്ള, ഭാരതം മുഴുവനുള്ള കടലോര മേഖലയിലെ സന്താനങ്ങളുമായി കോർത്ത് നമ്മളെ നിർത്തുവാനുള്ള ഒരു പരിശ്രമമാണ് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം നടത്തുന്നത്. 590 കിലോമീറ്റർ വരുന്നതായ നമ്മുടെ കേരളത്തിലെ കടലോരത്ത് അതിനെ ഭാരതവുമായി ബന്ധപ്പെടുത്തുന്ന ഒരു അതിർത്തിയുടെ ഭാഗമാണ് നമ്മൾ. ഭാരതത്തിന്റെ അതിർത്തിയെ പറ്റി പറയുമ്പോൾ 15,000-ലധികം കിലോമീറ്ററുകൾ വരുന്ന കര അതിർത്തിയും ദ്വീപ സമൂഹങ്ങളടക്കം 7,000-ഓളം കിലോമീറ്റർ വരുന്നതായ നമ്മുടെ കേവലം കടൽ ചേർന്നിട്ടുള്ളത് 6,045 കിലോമീറ്റർ വരുന്നതായ കിഴക്കൻ തീരവും പടിഞ്ഞാറവും തീരവും ചേരുന്ന ഒരു അതിർത്തി കൂടി കാക്കുന്നവരാണ് നമ്മൾ എന്ന നിലയിലാണ് ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം ഇന്ന് അഖില ഭാരതീയ തലത്തിലുള്ള മറ്റ് സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഭാരതത്തിൽ ലോകത്ത് മറ്റെല്ലാ ദിക്കിലും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു തൊഴിൽ സംസ്കാരം ഉണ്ടായിരുന്നു. ക്രിസ്തുവിന് മുൻപ് കൗടില്യന്റെ കാലം മുതൽ തന്നെ ഉള്ള രേഖകളിൽ നമ്മുടെ ഭാരതവും ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളും തമ്മിലുള്ള കച്ചവട ബന്ധങ്ങളെ പറ്റിയും അതിനു മുൻപ് ഗ്രീക്ക് റോമ സംസ്കാരങ്ങളുടെ കാലഘട്ടം മുതൽ കേരളം പോലും ഇത്തരം രാജ്യങ്ങളുമായി കച്ചവടം നടത്തുകയും അവിടുത്തെ വ്യാപാരികൾ ഇവിടെ വന്ന് കച്ചവടം നടത്തുകയും ചെയ്ത സുദീർഘമായ ഒരു സാമ്പത്തിക സമുദ്രയാന സംസ്കാരത്തിന്റെ ഉടമകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഈ സമൂഹം സാമ്പത്തികമായും 400 കൊല്ലങ്ങൾക്ക് മുൻപ് നോക്കിയാൽ വളരെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു സമൂഹമായിരുന്നു. ഭാരതത്തിൽ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ തൊഴിലുകളും കുലത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. തുണി നെയ്യുന്നവർ, തുണി വ്യവസായം നടത്തുന്നവർ ഒരു സമുദായം, സ്വർണം, ഇരുമ്പ്, വെള്ളി, ലോഹങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നവരൊരു സമുദായം, പൂജയും വേദപഠനവും ഒക്കെ നടത്തുന്നവരൊരു സമുദായം, നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവര് ഒരു സമുദായം. ഇങ്ങനെ കുലത്തൊഴിലുകളുടെ അടിസ്ഥാനത്തിൽ ഭാരതത്തിന്റെ തൊഴിലുകളെ വിഭജിക്കുകയും അങ്ങനെ പാരമ്പര്യമായി ഒരു തൊഴിൽ ചെയ്തു വരുമ്പോൾ ആ തൊഴിലിലുള്ള പ്രൊഫിഷ്യൻസി, കഴിവ്, അത് വർദ്ധിക്കുകയും ചെയ്തിട്ടുള്ളൊരു പശ്ചാത്തലം ഭാരതത്തിൽ കടലോര മേഖലയിലുമുണ്ട്. ഭാഷാപരമായി നോക്കിയാൽ ഭാരതത്തിന്റെ എല്ലാ കടലോര സംസ്ഥാനങ്ങളിലും വേറെ വേറെ ഭാഷയാണ്. നമ്മൾ മലയാളം സംസാരിക്കുന്നു, തൊട്ടപ്പുറത്ത് തമിഴ് സംസാരിക്കുന്നു, തൊട്ടപ്പുറത്ത് കന്നഡ സംസാരിക്കുന്നു, ഇവിടെ തെലുങ്ക് സംസാരിക്കുന്നു, ഒറീസ സംസാരിക്കുന്നു, ബംഗാളി സംസാരിക്കുന്നു, ഗുജറാത്ത് സംസാരിക്കുന്നു, മറാഠി സംസാരിക്കുന്നു, കൊങ്കണി സംസാരിക്കുന്നു. അപ്പൊ ഭാരതത്തിന്റെ കടലോര മേഖലയിലെ ഓരോ സംസ്ഥാനത്തും വേറെ വേറെ ഭാഷയാണ്. എന്ന് മാത്രമല്ല, ഈ കടലോര മേഖലയിലും കായലോര മേഖലയിലും പുഴയോര മേഖലയിലും ഉപജീവനം നടത്തുന്ന സമുദായങ്ങൾ വിവിധ പേരുകളിൽ ഭാരതം മുഴുവൻ വ്യത്യസ്തമായി നിലകൊള്ളുന്നു. അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളുടെയൊക്കെ അന്തർപ്രവാഹം, സൂത്രം ഒന്നാണെങ്കിലും പേരുകൾ കൊണ്ട് വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മളെ കേരളത്തില് മുക്കുവരും, ഒകേവരും, ദീവരും, ബാലരും ഒക്കെ ആയിട്ട് ഈ സമൂഹം വിഭജിക്കപ്പെട്ട് നിൽക്കുമ്പോൾ തൊട്ട് കിടക്കുന്ന തമിഴ്നാട്ടിലെ പട്ടേലും പട്ടവരും, അതുപോലെ തന്നെ മുഴുവൻ ഭാരതത്തിലും കൈവർത്ത് സംസ്കൃത വാക്കാണ്. മഹാരാഷ്ട്രയിലെ മുഴുവൻ കോളി, അഗ്നികുല ക്ഷത്രിയർ, ഇങ്ങനെ സ്യൂളർ, ന്യൂളർ, ഇങ്ങനെ ഭാരതം മുഴുവൻ ഉള്ളത് നോക്കിയാൽ
സൂര്യവംശി, പട്ടണവർ, അഗ്നികുലക്ഷത്രിയർ, പട്ടുപ്പ്, പരവതർ, മീനവർ, പട്ടണവർ, ആരിനാട് ചെട്ടി, മൊകയർ, ബോയ്ക്കാർ, ഇങ്ങനെ ഭാരതം മുഴുവൻ ഓരോ സംസ്ഥാനത്തിലും വേറെ വേറെ പേരുകളാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സംവിധാനങ്ങളൊക്കെ ഹൈന്ദവമായ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരേ രീതിയിലാണ്. ധൈര്യശാലികളാണ്, ധർമ്മബോധമുള്ളവരാണ്, കഠിനാധ്വാനികളാണ്. നേരത്തെ വളരെ മനോഹരമായി നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഒന്നുമില്ലാത്തപ്പോഴും മൂല്യങ്ങൾക്ക് വേണ്ടി ഉടുതുണി മുറുക്കി ഉടുത്ത് ജീവിക്കാൻ പഠിപ്പിച്ചവരാണ് നമ്മുടെ പൂർവികർ. അങ്ങനെയുള്ള ഒരു കടലോര സമൂഹം ഭാരതം വ്യാപകമായി ഉള്ളതിൻ്റെ കൂടെ കോർത്തെടുക്കാനാണ് കേരളത്തിലെ മത്സ്യപ്രവർത്തക സംഘം ഈ മത്സ്യപ്രവർത്തക സമൂഹത്തെ സംഘടിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോക വ്യാപാര മേഖലയിലെ വളരെ പ്രസിദ്ധങ്ങളായ അധ്യായങ്ങൾ രചിച്ച് സാമ്പത്തികമായി ഉയർന്ന തുറമുഖങ്ങൾ നമുക്കുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ ചോളന്മാരുടെ കാലത്ത് കാവേരിപ്പൂം പട്ടണം എന്നുള്ള തുറമുഖം 1500 കൊല്ലം മുൻപേ സുനാമിയിൽ തകർന്നു പോയതാണ്. 1500 കൊല്ലം മുൻപേ ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖമായി. 1341 പെരിയാറിലെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് വരെ കൊടുങ്ങല്ലൂര് ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു. കേരളത്തിൽ വാസ്കോഡി ഗാമയും മറ്റും വന്നിറങ്ങിയ കൊയിലാണ്ടിയുടെ കടലോരം ലോകം മുഴുവൻ പ്രസിദ്ധമായ കടലോരമായിരുന്നു. അപ്പൊ ഇങ്ങനെ കേരളവും ഭാരതത്തിലെ മറ്റ് പ്രദേശങ്ങളോടൊപ്പം ഈ നാടിന്റെ സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച കടലോര മക്കളുടെ നാടാണ്. എന്ന് മാത്രമല്ല, ഭാരതത്തിന് നേരെ ഇംഗ്ലീഷുകാരനും ഡച്ചുകാരനും പോർച്ചുഗീസുകാരനും കടൽ വഴി അക്രമികളായി കടന്നു വന്നപ്പോൾ അവരെ ചെറുത്തു നിൽക്കാൻ യുദ്ധം ചെയ്ത പാരമ്പര്യവും ഈ കടലോര സന്താനങ്ങൾക്കുണ്ട് എന്ന അഭിമാനകരമായ ചരിത്രം നമ്മൾ ഓർക്കണം. മാർത്താണ്ഡവർമ്മ 1741 കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് ഡച്ചുകാരെ അമ്പെ പരാജയപ്പെടുത്തി. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നാവിക പടയായിരുന്ന ഡച്ച് സൈന്യം. ആ ഡച്ച് പടയെ 1741 കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ സൈനികരിൽ ഏറ്റവും പ്രമുഖമായ വിഭാഗം മത്സ്യപ്രവർത്തക സമൂഹമായിരുന്നു. അല്ലാതെ ആരാണ് കടലിൽ പോയി യുദ്ധം ചെയ്യുക? അതുപോലെ തന്നെ ഇവിടെ എറണാകുളത്ത് കൊച്ചിപ്പട്ടണത്തിനോട് ചേർന്ന് കിടക്കുന്ന ദ്വീപിൽ ഡച്ചുകാരുടെ കോട്ടയെ ആക്രമിച്ചത് നമ്മുടെ തന്നെ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ചെമ്പിലരയനായിരുന്നു. 1808 ചെമ്പിലരയന്റെ പടയോട് ഇവരേറ്റുമുട്ടി പരാജയപ്പെടേണ്ടി വന്നത്. അപ്പൊ കടലോരത്തെ രക്ഷിക്കുന്നതിന്, നാടിന്റെ അഭിമാനത്തെ രക്ഷിക്കുന്നതിന് ഓരോ പ്രദേശത്തും നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവരുടെ നേതൃത്വത്തിൽ യുദ്ധം നടത്തിയിട്ടുണ്ട്, നാടിനെ സംരക്ഷിക്കാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മതപരിവർത്തനത്തെ ചെറുക്കുന്നതിന് പരിശ്രമിച്ചെങ്കിലും പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി തൂത്തുക്കുടി വരെയുള്ള നമ്മുടെ കടലോര മേഖലയിലെ കടലോര സന്താനങ്ങൾ ക്രിസ്ത്യാനികളായി പോയിട്ടുണ്ട്. ടിപ്പുവും ഹൈദരും പടയോട്ടം നടത്തിയപ്പോ കേരളത്തിന്റെ കടലോരത്തുള്ള നമ്മുടെ സഹോദരന്മാർ മുസ്ലിങ്ങളുമായി പോയി. അതുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഡെമോഗ്രഫി, ജനസംഖ്യാപരമായ ഒരു അവസ്ഥയെപ്പറ്റി പറയുമ്പോൾ ഒരു വലിയ സമൂഹം കടലോര മക്കൾ ലാറ്റിൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട് വിദേശ ആശയങ്ങളുടെ കീഴിൽ ജീവിക്കുന്നവരായി തീർന്നിട്ടുണ്ട്. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിന് ദേശീയതയുമായുള്ള ബന്ധം, ആ ദേശീയ സംസ്കാരത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള യുദ്ധമായിരുന്നു ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ പരാജയപ്പെടുന്നതിന് മുഖ്യ കാരണം കടലോര മേഖലയിലെ കൺസോളിഡേറ്റഡ് ക്രിസ്ത്യൻ വോട്ടാണ്. ഞങ്ങളുടെ പള്ളിയിലച്ഛൻ പറയുന്നത് മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ എന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഒരു സമൂഹം വിഴിഞ്ഞം പോർട്ടിന്റെ വികസനം ഉണ്ടാകുമ്പോൾ അതിനെതിരെ സമരം ചെയ്യാൻ പള്ളി പറഞ്ഞാൽ അനവധി മാസങ്ങളോളം സമരം ചെയ്തു, അവസാനം പരാജയപ്പെട്ടു പോയി. ഇങ്ങനെ കേരളത്തിന്റെ കടലോരത്തെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ വരെയുള്ള പ്രദേശത്തെ 72 കിലോമീറ്റർ വരുന്ന മലപ്പുറം ജില്ലയിൽ പൂർണ്ണമായും ഉള്ള മുസ്ലിം സ്വാധീനം,
എറണാകുളത്ത് നിന്ന് തുടങ്ങി ചെല്ലാനം കണ്ണമാലി മുതൽ ആരംഭിച്ച് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം വരേക്ക് വരുന്ന, അപ്പുറത്തേക്ക് കന്യാകുമാരിയിലുമുള്ള ക്രൈസ്തവ മേധാവിത്വം, ഇതിന്റെ എല്ലാം ഒരു പശ്ചാത്തലം മത്സ്യപ്രവർത്തക സംഘം കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ സമുദായത്തിൽ നിന്ന് ആധ്യാത്മിക തേജസ്സായ ബെക്കലം രാമഗുരു, അദ്ദേഹത്തിന്റെ അനന്തര പരമ്പരയിൽപ്പെട്ടവരൊക്കെ നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ ഉണ്ട്. കാസർഗോഡ് ഭാഗത്തെ കടലോര മേഖലയിലെ ആത്മീയമായി നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള മഹാത്മാവായിരുന്നു. ഈ കൊച്ചിപ്പട്ടണത്തിൽ ജനിച്ച് തന്റെ കാവ്യസിദ്ധി കൊണ്ട് മലയാള ഭാഷയ്ക്ക് വലിയ ഒരു അനുഗ്രഹമായി തീരുകയും ഈ കായലോരത്ത് ജീവിക്കുന്ന കൊച്ചിക്ക് ചുറ്റുമുള്ള ജനങ്ങൾക്ക് വലിയ പ്രചോദനവുമായ പണ്ഡിറ്റ് കറുപ്പൻ, ഇങ്ങനെയുള്ള അനവധി പേര്. കോഴിക്കോട് ഭാഗത്ത് നമ്മൾ നോക്കിയാൽ റാവു ബഹദൂർ, VN ഗോവിന്ദൻ, റാവു സാഹേബ് PV ഗോപാലൻ, ഈ ഭാഗത്ത് ഡോക്ടർ വേലുക്കുട്ടി അരയൻ, തെക്കേയറ്റത്ത് കുഴുത്തറ കുമാരൻ, ഈ കൊച്ചിയില് PK ഡീവർ, കേരള ലിങ്കൻ എന്നറിയപ്പെട്ടിരുന്ന തേവരക്കാരനായ ഡീവർ. ഇങ്ങനെ കടലോര സന്താനങ്ങൾ കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് സ്വാതന്ത്ര്യ സമരത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ വലിയ പങ്ക് വഹിച്ചിരുന്നു. ഈ പശ്ചാത്തലവും കേരളത്തിൽ പ്രവർത്തിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഇന്ന് നമ്മൾ കേരളത്തിൽ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ പേരിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കണക്കിലെടുക്കേണ്ട 5-6 വിഷയങ്ങളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഈ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കാം. ഒന്ന്, ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്ന ഒരു സമുദായമാണ്. കേരളത്തിൽ മറ്റു മതങ്ങളുടെ സംഘടിത വിലപേശലും മറ്റ് മതങ്ങളുടെ രാഷ്ട്രീയമായ ശക്തിയുടെ പിറകിൽ വാലാട്ടിപ്പോകുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രവും ഒക്കെ നിലനിൽക്കുമ്പോൾ ഹിന്ദു സമാജത്തിന്റെ ഭാഗമായുള്ള ധീവര, വാല, മുഗയ അല്ലെങ്കിൽ അത്തരം മുക്കുവ ഒക്കെ പറയുന്ന സമൂഹത്തിന് വലിയൊരു സംരക്ഷണത്തിന്റെ അഭാവമുണ്ട്. നമ്മൾ ദിവസം പ്രതി കാണുക, വിദേശ രാജ്യത്ത് കുറ്റം ചെയ്ത് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ടത് ഒരു മുസ്ലിം ആയപ്പോ ലോകം മുഴുവനുള്ള മുസ്ലിങ്ങൾ, കേരളത്തിലുള്ള മുസ്ലിങ്ങൾ നേതൃത്വം കൊടുത്ത് കോടിക്കണക്കിന് രൂപ സംഭരിച്ച് ആ വ്യക്തിയെ സംരക്ഷിക്കാനുള്ള, വിടുതൽ ചെയ്യാനുള്ള മോചനദ്രവ്യം കെട്ടിവെക്കുന്നു. ഒരു ഹിന്ദു ആയിരുന്നെങ്കിലും, ഒരു ഹിന്ദു നേഴ്സ് അത്തരമൊരു കേസിൽ പെട്ടിട്ട് ഇന്നും പുറത്തു വരാൻ പറ്റാതെ നിൽക്കുകയാണ്. അപ്പൊ സാമ്പത്തികമായി വലിയ ശക്തിയായിട്ടുള്ള ഇതര മതവിഭാഗങ്ങളും അവരുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സമ്മർദ്ദങ്ങളും അവരെടുക്കുന്ന നയപരിപാടികളും അവർ നമ്മെ അവജ്ഞയോടി കാണുന്നതുമൊക്കെയായ ഒരു പശ്ചാത്തലം വിശാലമായ ഹിന്ദു സമുദായത്തിന്റെ ഭാഗമായി അഭിമാനപൂർവ്വം നിൽക്കുന്നവരാണ് എന്ന ഒരു പ്രതിസന്ധി കേരളത്തിലെ നമ്മുടെ കടലോര സന്താനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. മാറാട് നമ്മുടെ 8 സഹോദരന്മാർ വെട്ടിക്കൊല്ലപ്പെട്ടപ്പോൾ ആ നിഷ്ഠുരമായ കലാപത്തിനെ ചെറുത്തു നിൽക്കാൻ നമ്മുടെ പ്രസ്ഥാനമില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നതിന് സ്ഥിതി? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരെന്ന് കരുണാകരനും ഒക്കെ തന്നെ, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇവിടെ നയനാരും ഒക്കെ തന്നെ, അല്ലെങ്കിൽ ഇന്ന് വലിയ ലഭ്യനായി തൃശ്ശൂരിൽ നിന്ന് പോയ മുരളിയൊക്കെ തന്നെ കുറച്ച് മുക്കുവ പെണ്ണുങ്ങൾ അവിടെ ചാടിയാൽ എന്താ സംഭവിക്കുക എന്ന് പരിഹസിച്ച അവരെ കൊണ്ട് മൂക്കുകൊണ്ട് ക്ഷാവരപ്പിച്ചത് നമ്മുടെ സംഘടനയിലുള്ള അമ്മമാരാണ്. അപ്പോൾ ഹിന്ദുക്കൾ ദുർബലമായിട്ടുള്ളതാണ് കേരളത്തിലെ സാഹചര്യം. അതിനിടയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. രാഷ്ട്രീയമായി നമുക്ക് ഒരു കവചം ആ നിലയിൽ കേരളത്തിൽ കുറവാണ്. അത് വർദ്ധിച്ചു വരുന്നുണ്ട് എന്ന അഭിമാനകരവും സന്തോഷകരമായ ഒരു വസ്തുതയുണ്ട്. ഇത് നമ്മുടെ ഒന്നാമത്തെ ഒരു വസ്തുതയാണ്. രണ്ടാമത്തത്, നമ്മളെല്ലാം ഏർപ്പെട്ടിട്ടുള്ള മത്സ്യപ്രവർത്തന മേഖലയിൽ നേരത്തെ സൂചിപ്പിച്ചു, തൊഴിൽ ചെയ്യാൻ സാധിക്കാത്ത അനവധി പ്രതിസന്ധികൾ. പ്രകൃതിക്ഷോഭങ്ങൾ വരുന്ന സമയത്ത് റേഡിയോയിലും TV-യിലൊക്കെ ഇന്ന് ആരും കടലിൽ പോകരുത് എന്ന് പറയും. ഇത് കാറ്റുകൊള്ളാൻ പോകുന്നതല്ലല്ലോ. പോയില്ലെങ്കിൽ വീട്ടിൽ അടുപ്പ് പുകയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ അറിയിപ്പ് വലിയൊരു ഭീകരമായ പ്രഖ്യാപനമാണ്. ഇത്തരം പ്രഖ്യാപനങ്ങൾ തുടരെ കേൾക്കേണ്ടി വന്നിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, സാമ്പത്തികമായ ഭദ്രതയില്ലാത്തത് കൊണ്ട് മത്സ്യപ്രവർത്തന മേഖലയിൽ നടത്തേണ്ടതായ ആധുനികവൽക്കരണം
യന്ത്രവൽക്കരണം, അതിൽ പുറകോട്ട് പോകുമ്പോൾ നമുക്ക് വരുന്നതായ സാമ്പത്തികമായ വരുമാനത്തിന്റെ ഇടിവ്, പഴയ വള്ളം തുഴഞ്ഞ് ചെറിയ വലയുമായി പോയതുകൊണ്ട് ഇന്ന് ജീവിക്കാൻ സാധിക്കാത്ത നിലയിൽ കാലാവസ്ഥാ വ്യതിയാനവും പുഴകളിലെ മാലിന്യവും സമുദ്രത്തിന്റെ പ്രക്ഷുബ്ധതയും ഇടയിൽ നമുക്ക് യന്ത്രവൽകൃതമായ മത്സ്യബന്ധനത്തിലേക്ക് കാൽവെക്കാൻ, അതിനാവശ്യമായ ലോണ് കിട്ടാൻ, അതിനാവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ കിട്ടാൻ പല പല പ്രതിസന്ധികളുണ്ട്. ഇവിടുത്തെ മത്സ്യപ്രവർത്തന മേഖലയിലെ സഹകരണ പ്രസ്ഥാനം അതത് കാലത്ത് ഭരിക്കുന്ന പാർട്ടികളുടെ കയ്യിലായതുകൊണ്ട് ഭരണത്തിൽ നിന്ന് വളരെ ദൂരെ നിൽക്കുന്ന നമ്മുടെ പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട മത്സ്യപ്രവർത്തകർക്കും വലിയ പ്രതിസന്ധിയാണ് ആ മേഖലയിൽ അനുഭവിക്കേണ്ടി വരുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വലിയ പ്രതിസന്ധി ഭാരതം മുഴുവൻ, ലോകം മുഴുവൻ അത് നേരിടുന്നു. കേരളത്തെ മത്സ്യപ്രവർത്തകരും അത് നേരിടുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം വ്യാപകമായി നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സംഘടിത സമാജ ശക്തിയില്ല. വടക്കൻ ഭാഗത്ത് ഓരോ അമ്പലങ്ങളും ആ അമ്പലത്തെ സംബന്ധിച്ചതായ ക്ഷേത്ര സമിതികളും, തെക്ക് ഭാഗത്ത് പേരിൻ ധീവരസഭയുണ്ടെങ്കിലും ആ ധീവരസഭയുടെ കീഴിൽ സ്വതന്ത്രമായിട്ടുള്ള ചെറിയ ചെറിയ സമുദായ സംഘടനകൾ. മൊത്തം കേരളത്തിൽ സമുദായത്തിന് വേണ്ടി ഒറ്റ ശബ്ദത്തിൽ സംസാരിക്കുവാനുള്ള സാമുദായിക നേതാക്കന്മാരില്ല. ഉള്ളവരെയൊക്കെ ചില രാഷ്ട്രീയ പാർട്ടികൾ പണ്ടേ വിലക്ക് വാങ്ങിക്കഴിഞ്ഞു. അപ്പൊ അത്തരമൊരു രാഷ്ട്രീയത്തിനപ്പുറത്തായി സമുദായത്തെ സ്നേഹിക്കുന്ന, സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന, സമുദായത്തിന്റെ പ്രശ്നങ്ങൾ രാഷ്ട്രീയക്കാരുടെയും ഗവൺമെന്റ് മുന്നിലും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന കരുത്തുള്ള പ്രവർത്തകന്മാരുടെ അഭാവം നമ്മളെല്ലാവരും ഇന്ന് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. പാരമ്പര്യമായി നമ്മൾ പാലിച്ചു വന്നിട്ടുള്ള സംസ്കാരവും നമ്മുടെ ശീലങ്ങളും നശിപ്പിക്കുന്നതായ ആധുനിക ഒരു ഫാഷൻ ഭ്രമം. നമ്മളെല്ലാം കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഇന്ന് കാണുമ്പോൾ എന്താണ് സ്ഥിതി? ശരിയാണ്, പണ്ട് പൂർവികർ കുടുമയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെയുള്ള പടമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വിദ്യാർത്ഥികൾ, ആൺകുട്ടികളൊക്കെ മുടികൊണ്ട് ചെയ്യുന്നതായ കോപ്രായങ്ങൾ, പെൺകുട്ടികളുടെ വസ്ത്രത്തിലുള്ള, വസ്ത്രം ഉണ്ടോയെന്ന് തന്നെ സംശയം തോന്നുന്ന തരത്തിലുള്ള പുതിയ ഫാഷനുകൾ, യാതൊരു ലജ്ജയുമില്ലാതെ സംസ്കാരശൂന്യമായ പെരുമാറ്റത്തിലേക്ക് അധപ്പതിക്കുന്നതായ മൂല്യരാഹിത്യം, ഇതൊക്കെ നമ്മുടെ പുതിയ തലമുറയെ ബാധിക്കുക. കടലോരത്തൊക്കെ കഞ്ചാവും മയക്കുമരുന്നും മദ്യവും ഒക്കെ തന്നെ നമ്മുടെ പുതിയ തലമുറയെ വേട്ടയാടുന്ന ഒരു വലിയ പ്രശ്നങ്ങൾ. നമ്മളെ പെൺകുട്ടികൾ ഇറങ്ങിപ്പോയാൽ, പണ്ട് ആൺകുട്ടികൾ മാത്രമേ വല്ലതും കുഴപ്പം കാണിക്കുമെന്ന് പേടിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ പെൺകുട്ടികൾ പോയാലും ഏറ്റവും പേടിക്കേണ്ട നിലയിൽ നമ്മളെ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം അപകടകരമായി വഴിതെറ്റിയിരിക്കുകയാണ്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല. നമ്മളെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ നമ്മുടെ പാരമ്പര്യത്തിന്റെ ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, കർക്കിടക മാസത്തിൽ ഈ ശിവോതി വെച്ച് കിണ്ടി വെച്ച് വീട്ടിന് മുമ്പിൽ ആചരിക്കുമ്പോൾ എന്താ ഇതിന്റെ അർത്ഥം എന്നവർ ചോദിക്കുന്നു. അവർക്കൊട്ട് താല്പര്യമില്ല. പാരമ്പര്യമായി നടത്തുന്നതായ ആചാരവിശേഷങ്ങൾ, കർക്കിടക മാസത്തിലും മറ്റും പിതൃക്കൾക്ക് വെച്ചു കൊടുക്കുന്നതായ ആചാരങ്ങൾ, ഇതിലെല്ലാമുള്ള ലോപം. അപ്പൊ സംസ്കാരത്തിന്റെയും നമ്മുടെ പാരമ്പര്യത്തിൻ്റെതുമായ ഒരു അപചയം അത് നമ്മുടെ സമൂഹത്തെ വളരെ ബാധിക്കുന്നുണ്ട്. ലോകമാകമുള്ളതായ ഒരു സാമ്പത്തികമായ മാന്ദ്യം നമ്മളെയും ബാധിക്കുന്നുണ്ട്. നമുക്കിന്ന് ഒറ്റയായി കേരളത്തിന് നിൽക്കാൻ സാധ്യമല്ല, ഒറ്റയായി ഇന്ത്യക്ക് നിൽക്കാൻ സാധ്യമല്ല. സമ്പൂർണ്ണ ലോകത്തിലെയും സാമ്പത്തികമായ ഗതിവിധികൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ശരിയാണ്, വലിയ സാമ്പത്തിക മാന്ദ്യം ലോകം മുഴുവൻ വന്നപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പോലും അതിന്റെ പേരിൽ തകർന്നപ്പോ ഭാരതത്തെ പിടിച്ചു നിർത്താൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു എന്ന അഭിമാനകരമായ ഒരു വസ്തുതയുണ്ട്. ലോകം മുഴുവൻ കോവിഡ് വന്ന് വലിയ ദുരന്തമുണ്ടായപ്പോൾ ഭാരതത്തിന് അതിനെ പിടിച്ചു നിർത്താനും ലോകത്തിലെ ദുർബല രാജ്യങ്ങൾക്ക് കോവിഡ് വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കാനുമുള്ള അഭയഹസ്തം നീട്ടാൻ കഴിഞ്ഞു. അത്തരം ചില അനുകൂല ഘടകങ്ങൾ ഒരു വശത്തുണ്ട്. പക്ഷേ ലോകം മുഴുവനുള്ള സാമ്പത്തികമായ പ്രതിസന്ധി അത് നമ്മളെയും ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, പാരമ്പര്യമായ തൊഴിലുകളോടുള്ള അഭിരുചി കുറവ്. ആ തൊഴിൽ ചെയ്താൽ ജീവിക്കാൻ സാധ്യമല്ല എന്ന പരിസ്ഥിതി കൊണ്ട് പുതിയ തൊഴിൽ തേടി നമ്മുടെ മക്കൾ പോകുന്നു. ആവശ്യം. മുൻപ് 100% മത്സ്യം പിടിച്ച് ജീവിച്ചിരുന്നവര് ഇന്ന് കുടുംബങ്ങളിൽ ഡോക്ടറായിരിക്കാം, എഞ്ചിനീയറായിരിക്കാം, വക്കീലായിരിക്കാം, അധ്യാപകനായിരിക്കാം, ഓട്ടോറിക്ഷ പ്ലംബർ ആയിരിക്കാം, ഡോക്യുമെന്റ് റൈറ്റർ ആയിരിക്കാം, വരട്ടെ, ആ മേഖലയിലേക്ക് പോകട്ടെ. പക്ഷേ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വർദ്ധിക്കുകയും ആൺകുട്ടികൾ വിദ്യാഭ്യാസം നടത്താതിരിക്കുകയും ചെയ്യുന്ന ചില സാമൂഹ്യ പ്രതിസന്ധികൾ നമ്മളെ നേരിടുന്നുണ്ട്.
അപ്പൊ സമാനമായി ആൺകുട്ടികളും പെൺകുട്ടികളും ആധുനികമായ വിദ്യാഭ്യാസം നേടുകയും സാങ്കേതിക വിദ്യകൾ നേടി ഈ മത്സ്യപ്രവർത്തന മേഖലയിൽ നിന്ന് മുകളിലേക്ക് മറ്റു മേഖലകളിലേക്ക് കുതിച്ചു പോകാനുള്ള ഒരു അഭിമാനവും താല്പര്യവും നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തിനിടയിൽ ഓരോ വീട്ടിലും നമ്മൾ പോയാലും, പണ്ട് ഗൾഫിൽ പോവായിരുന്ന സ്വഭാവമായിരുന്നു, ഇപ്പോൾ ഓസ്ട്രേലിയയിലും കാനഡയിലും UK-യിലും USA-യിലും നിങ്ങളുടെയൊക്കെ തന്നെ മക്കൾ ഇപ്പോൾ പോയിട്ടുണ്ടാകും. പഠിക്കാൻ പോകുന്നു, അവിടെ തന്നെ ജോലി നേടുന്നു, ചിലപ്പോൾ അവിടെ തന്നെ ഇനി ഭാവിയിൽ കല്യാണം കഴിക്കുന്നു, ഈ നാട്ടിൽ വന്നിട്ട് ഒരു കാര്യമില്ല എന്ന നിലയിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ വെല്ലുവിളികൾ പാരമ്പര്യ തൊഴിലിലേക്ക് കടന്ന് അതിൽ നിന്ന് മാറി തൊഴിലുകൾ അന്വേഷിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ നീട്ടുന്നില്ല. ഏറ്റവും വലിയ പ്രതിസന്ധി കേരളത്തിലെ കടലോര മേഖലകൾ ഇന്ന് തീവ്രവാദ ശക്തികളുടെ പറുദീസയായി മാറിയിട്ടുണ്ട് എന്നാണ്. അഹമ്മദാബാദ് ബോംബ് സ്ഫോടനം നടന്നാൽ അതിൻ്റെ സൂത്രധാരകൻ കേരളത്തിലാണ്. ഇടുക്കി ജില്ലയിൽ തീവ്രവാദ പരിശീലന ക്യാമ്പ് നടന്നാൽ അതിന്റെ സൂത്രധാരകർ കേരളത്തിലാണ്. പാകിസ്ഥാൻ ബോർഡറിൽ പട്ടാളവുമായി ഏറ്റുമുട്ടി ആൾക്കാർ മരിച്ചാൽ അതിന്റെ വേര് കേരളത്തിലാണ്. ഇങ്ങനെ ഭാരതം മുഴുവൻ നടക്കുന്ന, ഒരുപക്ഷെ സിറിയയിൽ വരെ എത്തി നിൽക്കുന്നതായ തീവ്രവാദ പ്രവർത്തനത്തിനുള്ള റിക്രൂട്ട്മെന്റ് ആയിട്ട് നമ്മുടെ കടലോര മേഖലയിലെ പല ഗ്രാമങ്ങളും മാറിയിട്ടുണ്ട്. കാർവാർ വരേക്കുമുള്ള ഈ നമ്മുടെ കേരളം മുതലുള്ളതായ ആ തീരം വലിയ ഇത്തരം തീവ്രവാദ പ്രവർത്തനത്തിന്റെ വിളനിലമായി മാറിയിട്ടുണ്ട്. അതിന്റെ പരീക്ഷണങ്ങളാണ് അവർ മാറാടൊക്കെ നടത്തി നോക്കിയത്. അതിനെ ചെറുത്തു നിൽക്കാനും ചോദ്യം ചെയ്യാനും ഹിന്ദുക്കളെ ഓടിക്കാൻ വേണ്ടി അവർ നടത്തിയ അക്രമത്തിന് ശേഷം 300 മുസ്ലിം കുടുംബങ്ങൾ അവിടുന്ന് മാറിപ്പോകത്തക്കവണ്ണം കരുത്തായി നമുക്ക് മാറാട് നിൽക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ് അത്തരം പരീക്ഷണങ്ങൾ പിന്നെ കേരളത്തിൽ നടക്കാഞ്ഞത്. അപ്പൊ നമ്മളെല്ലാം വലിയ പ്രതിസന്ധികൾക്കിടയിൽ നിൽക്കുമ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞ വലിയൊരു മുദ്രാവാക്യം നമ്മളത് സ്വീകരിച്ചിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. സംഘടന കൊണ്ട് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ. വിദ്യാഭ്യാസരഹിതമായ ചില ഒഴിഞ്ഞ ശുഷ്കങ്ങളായ കൂടുകളിൽ നിൽക്കാതെ കൺതുറന്ന് ആധുനികമായ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ സംസ്കാരത്തെ ഉപേക്ഷിക്കാതെ നമ്മളെ മക്കളെ കൈപിടിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. വിദ്യാഭ്യാസം എത്ര കിട്ടിയാലും പാരമ്പര്യം ഉപേക്ഷിക്കാത്ത ഒരു ഹൃദയഭാവം അവർക്കുണ്ടാകണം. അതുകൂടാതെ സംഘടന കൊണ്ട് ശക്തരാവുകയും വേണം. മത്സ്യപ്രവർത്തക സംഘത്തിന്റെ ഈ വർഷത്തെ സമ്മേളനം അത്തരമൊരു കേരളത്തിൽ വരുന്ന മാറ്റത്തിന്റെ ഒരു കുതിച്ചുചാട്ടത്തിനുള്ള നമ്മളുടെ മേഖലയിലുള്ള ഒരു വലിയ പ്രവർത്തനത്തിന്റെ കാരണമാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്നലെ വരെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് കേരളത്തിൽ കാലുറപ്പിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ അപഹസിച്ച് പരിഹസിച്ച് മുദ്രാവാക്യം വിളിച്ചവരും പത്രപ്രസ്താവന നടത്തുന്നവരും എത്ര പുറകോട്ട് പോകേണ്ടി വന്നു. അവരെല്ലാം ആലോചനാ യോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാ പുറകോട്ട് പോയത്? എന്താ നഷ്ടപ്പെട്ടത്? പക്ഷേ ഒരു ഉയർച്ചയുടെ, വിജയത്തിന്റെ, മുന്നേറ്റത്തിന്റെ അധ്യായം നമ്മൾ കുറിച്ചു. അധികം വൈകാതെ കേരളത്തിൽ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ തന്നെ നമ്മുടെ ജനകീയ ശക്തിയുടെ പ്രതിഫലനം, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് മുന്നോട്ട് കൊണ്ടുവരാൻ, അതിനുശേഷം കേരളത്തെ ആകമാനം ഭാരതത്തിന്റെ ഒരുമയുമായി ചേർക്കാൻ കഴിയുന്ന നേതൃത്വത്തെ ഉയർത്തിയെടുക്കാൻ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉയർത്തിയെടുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വർഷത്തെ പ്രതിനിധി സമ്മേളനം ഇവിടെ സംഘത്തിന്റെ സംസ്ഥാന കാര്യാലയം നിൽക്കുന്ന ഈ പരിസരത്ത് നടക്കുമ്പോൾ, ഈ പരിസരം ഈ തൊട്ടടുത്ത തന്നെ താമസിച്ചിരുന്ന ജ്ഞാനേശ്വർ സാർ എന്ന് പറയുന്ന പഴയ സംഘത്തിന്റെ ഒരു സ്വയംസേവക് ഒരു 5-6 ഏക്കറോളം സ്ഥലം 71 കാലത്ത് സംഘത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഈ കാര്യാലയം പൂർത്തിയായി. 20 മാസം പോലീസുകാർ താമസിക്കുന്ന കേന്ദ്രമായിരുന്നു ഈ കാര്യാലയം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നിവിടെ നിൽക്കുന്നതായ ഈ മനോഹരമായ വിദ്യാലയം നമ്മൾ ആദ്യം തുടങ്ങിയത് മാധവ നിവാസിന്റെ പുറത്ത് അന്ന് ജോലി നടക്കുമ്പോൾ തൊഴിലാളികൾക്ക് താമസിക്കാനും സിമന്റ് ഇടാനും ഒക്കെ ഉണ്ടാക്കിയ ഒരു ചെറിയ കെട്ടിടത്തിലായിരുന്നു. അവിടെ നിന്ന് വികസിച്ച് ഇന്ന് ഇത്രയും വിപുലമായി 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു വലിയ സ്ഥാപനമായി ഇത് വളരുകയും
നമ്മുടെ സംഘത്തിൽ വന്ന് സംഘപ്രസ്ഥാനത്തിന് കേരളത്തിൽ അടിത്തറ പാകി നമ്മളെല്ലാം സ്നേഹിച്ച് പ്രവഹിച്ച ഭാസ്കറാവുജിയുടെ പേരിലുള്ള ഒരു ഭാസ്കരീയം എന്നൊരു സ്ഥാപനം തലയുയർത്തി അപ്പുറത്ത് നിൽക്കുക. കല്യാണത്തിനും മറ്റും വരുന്നവർ ആ കെട്ടിടം കാണുമ്പോൾ നെഞ്ചു വിരിച്ചിട്ടാണ് തിരിച്ചു പോകും. നമ്മൾ ഹിന്ദുക്കൾക്ക് സംഘപ്രസ്ഥാനത്തിന് ഇത്തരം ഒരു കെട്ടിടമുണ്ടോ? ഞാൻ നിങ്ങളോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇന്നവിടെ കല്യാണമുണ്ട്, തിരക്ക് ഒഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് അത് കാണാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് പോയി കാണുക. അങ്ങനെ ഒരു സ്വയം സേവകന്റെ ത്യാഗത്തിൻ്റെയും പല പ്രവർത്തകന്മാരും കൂട്ടായി പ്രവർത്തിച്ച ത്യാഗമയമായ കൂട്ടായ്മയുടെയും ഫലമായ ഒരു വലിയ തപോഭൂമിയിലാണ് ഈ വർഷത്തെ നമ്മുടെ മത്സ്യപ്രവർത്തക സംഘത്തിന്റെ സമ്മേളനം. മത്സ്യപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് വലിയ ഒരു അടിത്തറയായിരുന്ന പെരണ്ടൂർ കനാലാണ് ഈ ഭൂമിയെ ചുറ്റി ഒഴുകുന്നത്. ആ ഭൂമിയിൽ ഒഴുകുന്നതായ ജലാശയത്തെ നമസ്കരിച്ചുകൊണ്ട് ജലാശയത്തിൽ നിന്ന് ജീവിതം രൂപീകരിക്കാൻ പടപൊരുതുന്ന നിങ്ങളെല്ലാം നമസ്കരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.